SNK വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു മനോഹരമായ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എടക്കര എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാഹനത്തിലാണ്. വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ഫോറസ്റ്റ് ഏരിയയിൽ കൂടെയാണ്. ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് എല്ലാവർക്കും കയറാൻ കഴിയില്ല. ഈ ഫോറസ്റ്റിലേക്ക് കയറണമെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ബന്ധപ്പെട്ട ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ കയറാൻ കഴിയുള്ളൂ. അപ്പോൾ ഒരു സംശയം ഉണ്ടാവും, ഞങ്ങളെങ്ങനെ കയറി. ഞങ്ങൾ ഈ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനും വിജയമാഷും ബാബുട്ടിനൊക്കെ പോവുകയാണ്. ഗോത്രമഴി നാടൻ കലാസമിതി നിലമ്പൂരിലെ കുറച്ച് കലാകാരന്മാരും എടക്കര എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ കുറച്ച് എക്സൈസുകാരും ഒരു പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ച് നാടൻപാട്ടുകൾ പാടാൻ വേണ്ടിയിട്ടുള്ള പോക്കാണിത്. അപ്പോൾ ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് സജിമോൻ സാറും അതേപോലെ സുരേഷ് സാറ്, സുഭാഷ് സാറ്, രാകേഷ് സാറ്, നിതിൻ, പ്രദീപ് കുമാർ സാറ്, ഇത്രയും ആളുകളാണ് നമ്മളെ കൂടെ ഉള്ളത് കേട്ടോ. ചങ്ങാടം വഴി അക്കരെ കടന്നിട്ട് അവിടുന്ന് നടന്നു പോകണം. ഒരുപാട് ദൂരം നടക്കാണ്ട്. അപ്പോൾ ഈ ചങ്ങാടത്തിലേക്ക് കയറുക. ചങ്ങാടം എന്നൊക്കെ പറഞ്ഞാൽ കുറേ മുളകൾ കെട്ടിക്കൂട്ടിയിട്ട് അക്കരെ പോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു സംവിധാനം കേട്ടോ. ഇവിടെ ഒരു പാലൊക്കെ ഉണ്ടായിരുന്നു, ആ പാലൊക്കെ തകർന്നു പോയതാണ്. അപ്പോൾ തൽക്കാലം അപ്പോൾ അങ്ങോട്ട് കടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. ഞങ്ങൾ ചങ്ങാടത്ത് കയറി വലിയൊന്നുമില്ല ഒക്കെ വെച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഓഫീസേഴ്സും എല്ലാവരും കൂടെ അക്കരെ പോവുക. ബാവട്ടനെയൊക്കെ നല്ല ഫോൺ മക്കളെ മാഷ് നമ്മളെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. കാടിൻ്റെ പച്ചപ്പും എന്താ എൻ്റെ ഭംഗി. അവിടെ നല്ല കാടിൻ്റെ പച്ചപ്പും പുഴയും നല്ല തെളിഞ്ഞ വെള്ളം എന്ന് പറഞ്ഞാൽ പോലെ നമ്മളെ തെളിഞ്ഞ വെള്ളത്തിന് നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അതായത് നേരിട്ട് മലയിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളമാവുകൊണ്ട് നല്ല തണുപ്പാണ്. ഒരു വിധത്തിലൊക്കെ അങ്ങോട്ട് എത്തി അക്കരയ്ക്ക് കേട്ടോ. അക്കരെ എത്തി ഞങ്ങൾ. ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഫോറസ്റ്റ് കൂടെ കുറച്ച് ദൂരം നടക്കണം. ഒരു 2 കിലോമീറ്റർ അടുത്തുണ്ടെന്ന് തോന്നുന്നു. ഞാൻ നേരത്തെ പോയിട്ടൊന്നുമില്ല, അപ്പോൾ ആദ്യമായിട്ടാണ് ഈ പോണത്. അപ്പോൾ അവരെ കൂടെ അങ്ങനെ പോവാം. ഞങ്ങളിപ്പോൾ ഉഞ്ചക്കൊല്ലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പ്ലാന്റേഷൻ്റെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഒപ്പം എടക്കര എക്സൈസ് ഓഫീസർ സർക്കിള് മുതലായ ആൾക്കാരുണ്ട്. അവിടെ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അവിടെ ഒരു ബോധവൽക്കരണ ക്ലാസ് നടക്കുന്നുണ്ട്. ഒപ്പം ഗോത്രമഴിയുടെ ചെറിയൊരു പെർഫോമൻസും അവിടെ ഉണ്ടായിരിക്കും. അതിനുവേണ്ടിയാണ് സുരേഷ്, ബാബു, ഞങ്ങളൊപ്പം പോയിക്കൊണ്ടിരിക്കും. ചെണ്ടയൊക്കെ തോളിലിട്ടിട്ട് നമ്മളെ ചെണ്ടക്കാരൻ ബാബുവേട്ടൻ നടന്നു പോകുന്നു. നമ്മളെ എക്സൈസിലെ സാറുമാരും വിജയമാഷും ഞാൻ തൊട്ട് വേക്കിൽ വീഡിയോ ഒക്കെ എടുത്ത് ഞാനും വരുന്നുണ്ട്. ഒരു ചെണ്ട ഉള്ളിൻ്റെ ഉള്ളുണ്ട്. നമ്മളവിടെ ചെന്നിട്ട് കുറച്ച് പാട്ടുകളൊക്കെ പാടാൻ വേണ്ടിയിട്ടാണ് മാഷ് വീഡിയോ എടുക്കണുണ്ടോ. ഞങ്ങളെ വാഹനമാണ് നിൽക്കുന്നത്. ഞങ്ങൾ വന്ന വണ്ടി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വണ്ടി അവിടെ നിർത്തി ഞങ്ങൾ പോരാ. എന്നിട്ട് സാറുമാർ നടന്നു വരുന്നു. നല്ല രസമുള്ള സ്ഥലം കേട്ടോ. പക്ഷെ നമുക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അവിടേക്ക് കയറാൻ കഴിയില്ല. അവിടെ കയറണമെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ പെർമിഷൻ വേണം. ഈ പെർമിഷൻ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവിടെ. പ്രശ്നങ്ങൾ വേറെ ഒന്നുമില്ല. വന്യമൃഗങ്ങൾക്ക് ഇഷ്ടം പോലെയല്ല ആനയും മറ്റുള്ള മൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ടാണ് നമ്മൾ പൊതുജനങ്ങൾക്ക് അങ്ങനെ പ്രവേശനം ഇല്ലാത്തത്. അവർക്ക് ഞങ്ങൾ പുഞ്ചക്കൊല്ലി എന്ന സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സാറുമാരൊക്കെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ഞാനെൻ്റെ പുറകിൽ. ഇത് ഫുള്ള് വനാണ്, കാടിൻ്റെ നടുക്കാണ് യാത്ര. ഇവിടേക്ക് മറ്റുള്ള ആളുകൾക്കൊന്നും വരാനുള്ള അനുമതിയില്ല. ഫോറസ്റ്റിൻ്റെയും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഈ വനത്തിനുള്ളിലേക്ക് പ്രവേശനമുള്ളൂ. അപ്പോൾ ഞങ്ങളൊരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പോണത്. ഗോത്രമഴി നാടൻ കലാസമിതി നിലമ്പൂർ ഞങ്ങളുടെ സമിതിൻ്റെ ഒരു ചെറിയ പരിപാടി അവിടെ അവരെ ഊരിൽ വെച്ചിട്ട് എക്സൈസ് വകുപ്പിൻ്റെ ഒരു ബോധവൽക്കരണം, അതിൻ്റെ അനുബന്ധമായിട്ടുള്ളൊരു ചെറിയൊരു പരിപാടി. കുറച്ച് പാട്ടുകൾ, നാടൻ പാട്ടുകൾ പാടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ ആശാന് വിജയമാഷും ബാബുവേട്ടനും പിന്നെ എക്സൈസിൻ്റെ കുറേ ഉദ്യോഗസ്ഥരും ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ട കാടിൻ്റെ നടുക്കാണ്. കാടിൻ്റെ നടുവെന്ന് പറഞ്ഞാൽ അവർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനും കാടിൻ്റെ നടുക്കാണ്. അവർ കുറച്ച് മുന്നിലാണ്. ഞാൻ അവരെ വേക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാനും ആശാനും വിജയമാഷ് ഞങ്ങളത് ആ കാടിൻ്റെ നടുക്കാണ്. ഒത്ത നടുക്ക് അതവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ തൊട്ടും ആ സൈഡിൽ ഒരു പുഴ ഉണ്ടോ, നല്ല അടിപൊളി പുഴയാണ്.
കഴിഞ്ഞ പ്രളയത്തിലൊക്കെ അത്യാവശ്യം വെള്ളം വന്ന് പുഴയാണത്. ഞങ്ങളിതാ അളക്കിലേക്ക് എന്ന സ്ഥലത്തേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ എക്സൈസിൻ്റെ വണ്ടിയിലാണ് പോകുന്നത്. അവർ ജീപ്പ് അവിടെ പുഴേൻ്റെ അക്കരെ നിർത്തി ഞങ്ങൾ പരിപാടി സ്ഥലത്തേക്ക് നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. അവർ കുറേ മുന്നിലുണ്ട്, കുറച്ച് മുന്നിലാണ്. നമ്മളെ സാറുമാരൊക്കെ മുന്നിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുക. ഞാൻ അവരെ കുറച്ച് പുറകിലാണ്. വീഡിയോ എടുക്കുന്ന തിരക്കിലാവുകൊണ്ട് ബാക്കിലായതാണ്. എൻ്റെ ആ സൈഡിൽ അവിടെ കണ്ടോ, അത് കുറച്ച് ദൂരെ മാറിയൊരു പുഴ ഉണ്ടോ, നല്ല അടിപൊളി പുഴയാണ്. ഇപ്പോൾ വെള്ളം കുറവാണ്, നടക്കാല വെള്ളമുള്ളൂ. പക്ഷേ ഞങ്ങൾ അവിടെ നിന്നൊരു ചങ്ങാടത്തിലാണ് പോകുന്നത്. അപ്പോൾ അതാ ഏകദേശം ഞങ്ങൾ കുറച്ച് വീടുകളുള്ളൊരു സ്ഥലത്തേക്ക് എത്തി. കാട്ടുകൂടെ നടന്ന് ഏകദേശം കുറച്ച് വീടുകളുള്ളൊരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. വീടുകൾ എന്താ കാണുന്നുണ്ടോ? ഇതാ അവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. അതിലൊരു റോഡുണ്ട്, ആ റോഡ് കടന്ന് പോകണം. ഇത് ആ പുഴയൊക്കെ കൂടുന്ന പുഴ, ചെറിയൊരു പുഴയാണ്. ഇതിൻ്റെ അവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട്, കുറേ താമസക്കാരുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. എത്ര ഭംഗി ഉണ്ടായാലും നമുക്ക് പൊതുജനങ്ങൾക്ക് ഇങ്ങോട്ട് വല്ലാതെ പ്രവേശനമല്ല. ഇത് ഫോറസ്റ്റ് ഏരിയയാണ്. ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതിയും കാര്യങ്ങളൊക്കെ വേണം, എങ്കിൽ മാത്രമേ ഇങ്ങോട്ട് വരാൻ കഴിയൂ. ഇതാ അവിടെ നമ്മളെ വീടുകളൊക്കെ ഉള്ള താമസമുള്ള സ്ഥലത്തെത്തി. ഇവിടെ ശരിക്കും ഇത് നല്ല സ്ഥലം, വീട്. സാറുമാരോരോ കുട്ടികളോടൊക്കെ എന്താ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഈ താമസമുള്ള കുട്ടികളാണ്. സോമൻ ശരിക്കും എടുത്തായിരുന്നു. ഭാഷ ഒന്നും ഇവിടുത്തല്ലോ. അങ്ങനെ പറ്റി പുഞ്ചക്കൊല്ലി ഭാഷ അല്ലല്ലോ, തെക്കുള്ള ഭാഷ എങ്ങനെയാണോ? ഭാര്യ കൊടുത്തേക്കാണോ അതോ? നല്ല പ്രകൃതി കനിഞ്ഞ് നൽകുന്ന സ്ഥലം, നല്ല സൗന്ദര്യമുള്ള സ്ഥലം. ഇപ്പോൾ കുറച്ച് റബ്ബറുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മളെ സാറ് അവിടുത്തെ ഒരു പ്രദേശവാസിയോട് എന്തൊക്കെയോ സംസാരിച്ച് വരുന്നുണ്ട്. നടന്ന് മനുഷ്യനൊരു കുഴങ്ങി. നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ കിതപ്പ് വരുന്നത് അതിൻ്റെ ഒരു കാരണം കൊണ്ടാണ്. ഇതുവഴിയൊക്കെ വണ്ടി പോകണം കേട്ടോ. അത് പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ സ്ഥലങ്ങളാണ്. ചാനൽ വീഡിയോ ആണ്. നമ്മളെ ഇവിടുത്തെ പ്രദേശവാസികൾ 2-3 പേര് നമ്മളെ കൂടെ അങ്ങോട്ട് യാത്ര പോകുന്നുണ്ട്. എന്താ മോനെ പേരെന്താ പറഞ്ഞ? പ്രദീപ്. എൻ്റെ പേരെന്താ? അടുത്ത ആള് നിതീഷ്. ഓക്കെ, നിതീഷ്, പ്രശാന്ത്, പ്രദീപ്. ഇവരാണ് ഞങ്ങളെ വഴികാട്ടിയായിട്ട് കൊണ്ടുപോകണം. ഞങ്ങളിതാ നടന്നോണ്ടിരിക്കുക. ഒരു വെയിലാട്ടോ, നല്ല വെയിലാണ്. മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടേ നല്ല വെയിലും ചെണ്ടൊക്കെ തോളിട്ട് നടന്ന് കുഴങ്ങിയാണ്. പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ കീഴിലുള്ള പുഞ്ചക്കൊല്ലി പ്ലാന്റേഷനിൽ റീപ്ലാന്റ് ചെയ്ത റബ്ബർ മരങ്ങളുടെ ഇടയിൽ വെച്ച് 56 ഹെക്ടറോളം സ്ഥലത്ത് ഇടവിളയായിട്ട് കൃഷി ചെയ്തിട്ടുള്ള പച്ചക്കറിയുടെ വിളവെടുപ്പ് ഉത്സവമാണിന്ന്. പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ചെയർമാനും MD-യും അതോടൊപ്പം തന്നെ എടക്കര ജനമൈത്രി എക്സൈസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ കൂടി അതിൻ്റെ കൂടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചില ഗോത്ര കലകളും കൂടി അവതരിപ്പിക്കുന്നു. നമ്മുടെ ഈ നഗർ നിവാസികളും ഞങ്ങളോടൊപ്പം ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് അളക്കൽ കോളനിയിലേക്കുള്ള യാത്രയിലാണ്. കുറച്ച് ഏതാനും സമയത്തിനകം നമ്മുടെ ഒരു പൊതുസമ്മേളനവും വിളവെടുപ്പും തുടർന്ന് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാറും. വീഡിയോ ഒക്കെ എടുത്ത് നടന്ന് കണ്ടോ, നല്ല മനോഹരമായ കുന്നിൻ ചെരുവുകൾ. അതൊക്കെ കൃഷി ചെയ്യാനുള്ള സ്ഥലങ്ങളാണ്. ഇതിലൊക്കെ കുറച്ച് ഭാഗത്തൊക്കെ റബ്ബർ കുഴിച്ചിട്ടുണ്ട് പ്ലാന്റേഷൻ്റെ. ഹലോ, അതെ, നമ്മളെ കൂടെയുള്ള ആൾക്കാർ കാണുന്നില്ല. ഞങ്ങൾ വഴി തെറ്റി, ഞങ്ങൾ കുറച്ച് പുറകിലായിപ്പോയി. ഞാൻ വേറൊരു സാറും കൂടെ അത് സംസാരിച്ച് കുറച്ച് വൈകിപ്പോയി. ഇപ്പോൾ കുറച്ച് പുറകിലായി. അപ്പോൾ അവർ ഞങ്ങളെ കൂടെയുള്ള ആൾക്കാർ പേര് പോയത് കാണുന്നില്ല. എല്ലാവരോടും പിന്നെ നല്ല മനോഹരമായ മലനിരകൾ ഉണ്ടോ, അടിപൊളി മലനിരകൾ കാണുന്നുണ്ടോ? അതുകൊണ്ട് ആ ദൂരെ കാണുന്ന വൈറ്റ് സ്ഥലം ഉണ്ടോ, അവിടെയാണ് നമ്മളെ പ്രോഗ്രാം സ്ഥലം. കാടിൻ്റെ ഉള്ളിലാണ്. നടന്ന് ഭയങ്കര കതപ്പുണ്ട്. നല്ല ദൂരം നടന്ന് 1 കിലോമീറ്റർ, ഒരു 2-3 കിലോമീറ്റർ ഇപ്പോൾ നടന്നിങ്ങനെ പോകുന്നുണ്ടിരിക്കുക. കുറേ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ പോന്നു. അത് കഴിഞ്ഞിപ്പോൾ കുറച്ച് പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ കുറച്ച്
തോട്ടമുണ്ട്, റബ്ബറും വാഴയൊക്കെ ഉള്ള ആ തോട്ടം. ആ തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കുറച്ച് ദൂരമൊക്കെയാണ്. അടുത്തെത്തിയിട്ടുണ്ട്, ഞാൻ പരിപാടി സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ ഓഫീസർമാരൊക്കെ അവിടെ കുറേ ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഞാനിതാ നടന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് പരിപാടി സ്ഥലത്ത് എത്തിയിട്ട് വീഡിയോ കുറച്ചും കൂടെ ഒക്കെ കേട്ടോ. ഓക്കെ, നമസ്കാരം. അടുത്തതായി ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനായി നാടിൻ്റെ പ്രിയങ്കരിയായ വഴിക്കടവ് 3 വർഷക്കാലം ഇടവിള കൃഷി നടത്തിയ നല്ല വിജയം കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ളൊരു അതിൻ്റെ അടിസ്ഥാന പാട്ടവുമായി ഗോത്രമൊഴിയിലെ കലാകാരന്മാരും അതന്നെ ആരും എടുക്കണം. ആ ബാബു സെബാസ്റ്റ്യൻ സാറും രാജേട്ടനും വന്നിട്ട് വിളിച്ചാലേ നമ്മള് വരുള്ളൂ അല്ലേ? അത് മുറ്റത്തേക്ക് അല്ലേ? അങ്ങനെ തുപ്പിയാലോ? നമ്മള് നിലമ്പൂരൊക്കെ ചെല്ലുമ്പോൾ, ആശുപത്രിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ ഒരുപാട് ലാബുകളുടെ മുന്നിൽ നമ്മൾ ബോർഡ് കാണും. രക്തം, കഫം, മലം, മൂത്രം എന്നിവയാണ് പരിശോധിക്കുന്നത്. നമ്മൾ ഈ തുപ്പുന്ന സാധനത്തിന്റെ പേരെന്താണ്? കഫല്ലേ. ഈ കഫം പരിശോധിക്കുന്നത് എന്തിനാണ്? എന്ത് രോഗാണോ അതിലുള്ളത്. അപ്പൊ ആ കഫത്തിനെയാണ് നമ്മളെ ഉമ്മറത്തേക്ക് നമ്മള് ആണോ തുപ്പുന്നത്. ഈ കഫത്തിലൂടെ ചവിട്ടിയിട്ടാണ് ആളുകൾ എങ്ങോട്ടേക്ക് കയറി പോകുന്നത്? ആ വീട്ടിലേക്ക് കയറി പോകുന്നത് അല്ലേ? നിങ്ങൾ തൊട്ട് മുന്നേ കണ്ടേക്കുന്നത് നമ്മളെ എടക്കര എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ സുരേഷ് ബാബു സാറിൻ്റെ ക്ലാസ്സാണ്. വളരെ വൃത്തിക്കും മനോഹരമായിട്ട് ആ ക്ലാസ് അവതരിപ്പിച്ചു സാർ. അത് ആട്ടവും പാട്ടവും കഴിഞ്ഞ് എക്സൈസിലെ ബോധവൽക്കരണവും കഴിഞ്ഞ് ഗോത്രമൊഴിയിലെ കലാകാരന്മാർ കാടിറങ്ങുകയാണ്. നമ്മൾ ഈ വഴിയൊക്കെ അങ്ങോട്ട് നടന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തിരിച്ച് അവിടുത്തെ പ്ലാന്റേഷൻ്റെ ഒരു വണ്ടിൻ്റെ ജീപ്പിലാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പ്ലാന്റേഷൻ്റെ കുറേ റബ്ബറുകൾ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയത് നടന്നാണെങ്കിലും തിരിച്ചിങ്ങോട്ട് പോരുന്നത് അവിടുത്തെ തന്നെ ഒരു ജീപ്പിലായിരുന്നു. ആ ജീപ്പിൽ ഞങ്ങൾ തിരിച്ച് പോകുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് നടന്ന വഴിയിലൂടെ. ഞങ്ങൾ നേരത്തെ കൊട്ടിയൊക്കെ പോയ വഴിയാണിത്, ആ വീടുകളൊക്കെ ഉള്ള സ്ഥലം. അപ്പോൾ ഇനി ഞങ്ങൾ ആ ഫോറസ്റ്റ് കൂടെ ഒക്കെ ജീപ്പിലാണ് പോകുന്നത്. അതിൽ വണ്ടി ഓടും. ഞങ്ങളെ വണ്ടി പിന്നെ പുഴ കടന്ന് പോരാൻ പറ്റാത്തതുകൊണ്ട് അക്കരെ നിർത്തിയതാണ്. വണ്ടി വരുന്ന വഴിയുണ്ട്, പക്ഷെ അത് കുറേ ദൂരമാണ്, ചുറ്റി പോരണം. അതുകൊണ്ടാണ് വണ്ടി ഇക്കരെ വെച്ച് ഞങ്ങൾ നടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെ മനോഹരമായ ഈ കാട്ടിലൂടെ ഉള്ള യാത്ര, എന്താ ഭംഗിയെന്നറിയോ? ഇളം വെയിലുകൾ ഇങ്ങനെ അടിക്കുന്നുണ്ട് ആ ഫോറസ്റ്റിൻ്റെ ഇടയിൽ കൂടെ. ആ പച്ചപ്പിലും ജീപ്പ് യാത്ര ഭയങ്കര രസമായിരുന്നു. പോകണം കേട്ടോ. ഫോറസ്റ്റ് ഏരിയ അപ്പുറമൊക്കെ കാട്, ചെറിയൊരു വഴി ഉണ്ടായില്ല. ആ വഴി കൂടെ നല്ല മനോഹരമായ സ്ഥലം. അപ്പോൾ ഇതാ ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇതാ ഞാനും ചെണ്ടയും സാധനം കൊണ്ട് അങ്ങോട്ട് നടന്നു പോയ വഴി കൂടെ നല്ല തിരിച്ചിങ്ങോട്ട് നടന്ന് വരുന്നു. ആനച്ചൂരുണ്ടല്ലോ, ഫോറസ്റ്റ് കൂടെ നടന്ന് വരികയാണ്. ഇതാ എൻ്റെ മുന്നിൽ കണ്ടോ? അവിടെ ഒന്ന് ആയി കൊടുത്തേ. ബാബോട്ടം മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ പുറകിൽ നടന്നു വരികയാണ്. ആനച്ചൂര് ബാബോട്ടോ, ഇതാ കാണുന്ന പില്ലറുകളൊക്കെ ഉണ്ടല്ലോ. ഈ പുഴയ്ക്ക് കുറുകെ ഒരു പാലം ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രളയത്തിൽ തകർന്നു പോയ പാലം തകർന്നു പോയി. അതിന്റെ പില്ലറുകൾ മാത്രം ബാക്കിയുണ്ട്. പ്രളയത്തിൽ പോയതാണ്. ഈ പ്രദേശമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പാലം. അവിടെ ചെറിയൊരു മുളകൊണ്ട് ചങ്ങാടുണ്ടാക്കി അക്കരയ്ക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. ഇതിനൊന്ന് അടുപ്പിച്ചോ. അതിന്റെ പുറത്തു കൂടെ പോകണം. ഞങ്ങൾ ഇതാ പുഴൻ്റെ അങ്ങേ കരയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതാ
ചങ്ങാടത്തിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ചങ്ങാടം ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാതെ കുറേ എക്സൈസുകാരും കുറേ നാടൻ പാട്ടുകാരും. ഇതപ്പം ശരിയായിട്ടോ. ഭഗവാനേ എവിടെ കുടുങ്ങിയേക്കണേ? ഏത് സംഭവം മുന്നിക്ക് പോയാല് ഈ മനോഹരമായ പുഴയുടെയും കാടിൻ്റെയും തീരത്ത് ഗോത്രമൊഴി നാടൻ കലാസമിതിക്കൊരു അവസരം നൽകിയ എടക്കര എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനും പ്ലാന്റേഷൻ കോർപ്പറേഷനും 1000 നന്ദി അറിയിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ നിർത്തുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടുക. ഓക്കെ, താങ്ക് യു.